ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ കൂട്ടുകാരൻ്റെ കയ്യിൽ ഒരു പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ. വെടിച്ചിൽ സാധനമാണ്. ഇപ്പം കാണിച്ചു തരാം എന്താ ഐറ്റം ഒന്ന്. ഇത് വേറെ ഒന്നുമല്ല, ഇത് നമ്മുടെ ഫോണിൻ്റെ ബാക്കിൽ നമുക്ക് നമ്മൾ കൊടുക്കുന്ന ഡിസൈൻ ഇവിടെ നമുക്ക് ചെയ്യാം. നമ്മുടെ ഫോട്ടോ എന്ത് വേണേലും നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ബാക്കിൽ, ഫോണിലോ ഫോൺ ഉപയോഗിക്കണ ബാക്ക് കേസ് കവറിലോ അതല്ല എന്ത് ഐറ്റം കൊടുത്താലും അതിനകത്ത് നമുക്കത് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിനകത്ത് ഫോണിൻ്റെ മോഡൽ മാത്രം ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളതെടുത്ത് ഇതിനകത്തോട്ട് ഫിക്സ് ചെയ്യും. ഫിക്സ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ നിങ്ങളിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതിൽ മോഡൽ വിവോ അല്ല, വിവോ എക്സ് 300 FE 5G അതാണ് നമ്മുടെ ഫോൺ. അപ്പോൾ നമ്മളത് ഇതിൽ ജസ്റ്റ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഉണ്ട്, ഇതിന് ആപ്പിനകത്ത് നമ്മൾ ഇതേപോലെ അടിച്ചു കൊടുക്കണം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മുടെ ഫോണിൻ്റെ മോഡൽ നമ്മളിതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ബാക്ക് കവറൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഫോട്ടോ പ്രിന്റ് വരുന്നതിൻ്റെ കേട്ടോ. അപ്പോൾ ഈ ഒരു ഷീറ്റ് നമ്മൾ ഇതിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം. ആദ്യം ഈ ഒരു കേസിനകത്തോട്ട് വെക്കുക, ഇത് അടക്കുക, വെച്ച് ലോക്കായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ മെഷീനകത്തോട്ട് അത് കണക്ട് ചെയ്യണം. നമ്മുടെ AI മച്ചാൻ ഇവിടെ റെക്കോർഡിങ് നടക്കുക കേട്ടോ. ഇവിടെ ഒരു AI മച്ചാൻ ഇരിപ്പുണ്ട് നമ്മുടെ. ഉണ്ടോ റൈവാൻ അശാൻ നൈസായിട്ട് റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ, നടക്കട്ടെ. അപ്പം നമ്മുടെ ഫോട്ടോ ആണ് പ്രിന്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമുക്ക് തുടങ്ങാം. അപ്പം നമ്മൾ ആദ്യം ഇതിൽ ഇച്ചിരി പരിപാടിയൊക്കെ ഉണ്ട്. നമ്മളിത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. ഇതിൻ്റെ ഈ ഫോണിൻ്റെ ബ്ലാക്ക് കളർ ലൈൻ കിടക്കുന്നുണ്ട്, അതാണ് നമ്മുടെ ഫോണിൻ്റെ ബാക്കിൻ്റെ ഡിസൈൻ. അതിനകത്തേക്ക് നമ്മൾ വെക്കാൻ പോകുന്ന ഫോട്ടോ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് വെക്കണം. അപ്പം നമ്മളിവിടെ പ്രിൻ്റ് ഓപ്ഷൻ കൊടുക്കാൻ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇത് ഓൾറെഡി ഓണാണ്. നമ്മൾ പ്രിൻ്റ് ഓപ്ഷൻ മൂന്നാമത്തായില്ല കൊടുത്തോ. നമ്മളിതിൽ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഈ പ്രിൻ്ററിന് വൈഫൈ കൊടുക്കണം, വൈഫൈ വേണം, പിന്നെ ബ്ലൂടൂത്ത്, സകല സാധനം നമ്മുടെ ഫോണിൽ എല്ലാ ഇതുമായിട്ടും ആദ്യം നമ്മൾ മാച്ച് ചെയ്യിപ്പിക്കണം. എങ്കിൽ മാത്രമേ നമുക്കിത് പ്രിൻ്റ് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മളെല്ലാം ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ നമ്മുടെ പ്രിൻ്റ് ഇവിടെ വരും. ഓക്കെ, കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം അല്ലേ. പ്രിൻ്റ് റെഡി ആയിട്ടുണ്ട്, മെഷീൻ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സംഭവം ഇപ്പുറത്തുകൂടിയാണ് വരും അല്ലേ, ഇവിടെ റിട്ടേൺ വരും അല്ലേ, ഇവിടെ ഇതിലോട്ട് പോയിട്ട് തിരിച്ച് അടിച്ച് വരും. ഓക്കെ വരുന്നുണ്ട്. ഓ ഇതൊന്ന് വേറൊരു കളറിലേക്ക് പോയത് തിരിച്ച് വരും. ഓക്കെ, ഇത് 2-3 സ്റ്റെപ്പായിട്ടാണ് ഇത് പ്രിൻറ്റിങ് വരുന്നത്. എല്ലാ കളറും ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടാണ് ലാസ്റ്റ് ഒരു റിസൾട്ട് കിട്ടുന്നത്. ഇതാണ് നമ്മൾ കൊടുത്ത പിക്ചർ. ഓക്കെ, അപ്പം ആദ്യം യെല്ലോ വന്നിട്ടുണ്ട്, ഇപ്പം റെഡായി. അടുത്ത കളറും കൂടെ വരുമ്പോഴത്തേനും ഒറിജിനൽ ഇമേജ് നമുക്ക് കിട്ടും. സംഭവം രസമാണ് കേട്ടോ. അതെ, അതാണ് നമ്മുടെ ഇമേജ്. എക്സാക്റ്റ്ലി ഇമേജ് അല്ലേ വന്നതെന്ന് നോക്കാം. പിന്നെ അങ്ങോട്ട് പോയോ, ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പ് അല്ലേ. ഫൈനൽ സ്റ്റെപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ കൊടുത്ത ഇമേജ് ഇതാണ്. അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കണ്ടോ, അടിപൊളിയായിട്ട് കിട്ടിയിട്ടില്ലേ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ബാക്കിൽ കവറിനകത്താട്ടാണ് ഒട്ടിക്കണം. ഇത് ഓൾറെഡി PPFും കാര്യങ്ങളൊക്കെ ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞു. അത് വെറുതെ പൊളിച്ച് കളയാൻ കഴിയില്ല, കഴിഞ്ഞ ദിവസം ഒട്ടിച്ചേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ കവറിനകത്തോട്ടാണ് ഇത് ഫിക്സ് ചെയ്യണത്. ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒന്നുകൂടെ കാണാം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയാനായിട്ട് ഇതിപ്പോൾ നമുക്ക് ഫോട്ടോ പ്രിൻ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തൊരു മെഷീൻ ഉണ്ട്, ആ മെഷീൻ കാണിക്കാം. ഈ ഒരു മെഷീൻ ഉണ്ടല്ലോ,
അതിനകത്തേക്ക് നമ്മളത് കൊടുത്തിട്ട് ഇത് നമ്മുടെ ഏതാണ് നമ്മുടെ ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മോഡൽ കൊടുത്തു കഴിയുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ഫോണിൻ്റെ ബാക്കിൽ ഒട്ടിക്കുന്ന രീതിക്ക് അത് മെഷീൻ തന്നെ കട്ട് ചെയ്ത് തരും. ഇതാണ് സംഭവം. ഇപ്പം നമ്മൾ കാണിച്ച മെഷീനിൽ വെക്കണതിന് മുമ്പ് ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ട്. അതാദ്യം ഇപ്പം കാണിച്ചു തരാം. ഇപ്പം നമ്മൾ അടിച്ച ഫോട്ടോ പ്രിന്റ് നമ്മൾ ഫോണാകുമ്പോഴത്തേനും മഴയത്തൊക്കെ ഒന്ന് ചെറുതായിട്ട് മഴവെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കളർ ഇളകി പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്ഷൻ വേണ്ടി ഇതിന്റെ മേലൊരു ചെറിയൊരു ഷീൽഡും കൂടെ വരും, ഒരു പ്രൊട്ടക്ഷൻ കവർ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ സാധനം നമ്മൾ കറക്റ്റായിട്ട് ഒട്ടിക്കണം. അതിന് വേണ്ടിയുള്ള ശ്രമം നടക്കണം കേട്ടോ. പൊട്ടിക്കും ഒട്ടിച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സംഭവം ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തത് അവിടെ കാണിച്ച മെഷീനകത്തോട്ട് കൊണ്ട് കട്ട് ചെയ്യണം. അപ്പം നമ്മുടെ ഫോട്ടോ പ്രിന്റ് കട്ടിങ്ങിന്റെ വർക്ക് നടക്കുക കേട്ടോ. ഇതിൽ കുറച്ച് സെറ്റിൽമെന്റ് ഉണ്ട്. ഇതിനകത്ത് നമ്മുടെ ഫോണിന്റെ മോഡൽ നമ്പർ അടിച്ചു കൊടുക്കുക. വിവോ X300 FE 5G അതാണ് നമ്മുടെ ഫോൺ. ഫോണിന്റെ ബാക്ക് സെലക്ട് ചെയ്യുക. അത് കട്ടിങ് ഓട്ടോമാറ്റിക്കായിട്ട് മെഷീൻ തന്നെ കട്ട് ചെയ്തോളും, നമ്മളൊന്നും അറിയണ്ട. ഇതിന്റെ ബാക്കിൽ ഇത് ഒട്ടിക്കണമെങ്കിൽ ഈ ക്യാമറയുടെ ഭാഗമെല്ലാം ഒഴിവാക്കി കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞ് നല്ല അടിപൊളിയായിട്ട് സംഭവം സെറ്റ് ചെയ്ത് തരും. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സംഭവം കട്ടിങ് കറക്റ്റായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അടുത്ത് നമുക്ക് ഫോണിലേക്ക് ഫിക്സ് ചെയ്യാന്നുള്ളൊരു പ്രവർത്തനം മാത്രമേ ഉള്ളൂ. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പരിപാടിയിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. നമ്മൾ കേസിലല്ല ഒട്ടിക്കുന്നത്, ഫോണിലാണ്. കാരണം നമ്മൾ പ്രിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളും കൊടുത്ത് ഫോണിൻ്റെ മോഡൽ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റാണ് ഫോണിൻ്റെ ഷേപ്പിലാണ് അത് കട്ട് ചെയ്ത് വരുള്ളൂ. കവർ കേസ് കവർ ആകുമ്പോഴത്തേനും ഇതിനേക്കാളും കുറച്ചുകൂടി വീതിയും തിക്നെസ്സും വരുന്നതുകൊണ്ട് അതിനകത്ത് കയറില്ല. അപ്പോൾ നമ്മൾ മാനുവലായിട്ട് കുറച്ച് സിസർ വെച്ച് കട്ട് ചെയ്ത് കളയേണ്ടി വരും. അത് ഇച്ചിരി അഭംഗിയാകുമെന്ന് തോന്നിയുകൊണ്ട് നമ്മൾ നേരിട്ട് ഡയറക്റ്റ് നമ്മുടെ ഫോണിലോട്ടാണ് അടിക്കുന്നത്. അതിൽ ഓൾറെഡി ഫോണിൽ PPFും കാര്യങ്ങളൊക്കെ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വന്ന്. അതിൻ്റെ മേളിൽ തന്നെ അത് പൊളിക്കുന്നില്ല, അതിൻ്റെ മുകളിലേക്ക് കൂടെ തന്നെ നമ്മളിത് ഫിക്സ് ചെയ്യും. അപ്പോൾ ശേഷം നമുക്കിത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാണാം. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മളിത് ഫോണിനകത്തോട്ട് പയ്യെ അങ്ങോട്ട് ഫിക്സ് ചെയ്യാൻ പോവാണ്. മച്ചാൻ അവിടെ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. അവിടെ റെക്കോർഡിങ് നടന്നോണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ പുതിയ ഫോൺ കേട്ടോ, വിവോ X300 FE 5G. ഇതൊക്കെ ഇടലാം ഫോണാണ്, നല്ല ഫീച്ചേഴ്സാണ്. ഇതിൻ്റെ ടെലി എക്സ്റ്റൻഡർ കിറ്റും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടെലിസ്കോപ്പിക് ലെൻസ് ഉണ്ട്. ഇത് എക്സ്ട്രാ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു മോഡലാണ് ഞാൻ എടുത്തേക്കണം കേട്ടോ. ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ട്. നമ്മുടെ ഹീറ്റിംഗ് ഗണ്ണ് വെച്ചൊന്ന് അടിച്ചു കൊടുത്താൽ മതി, സംഭവം ഫിനിഷായി. ഇപ്പോൾ ഒരു ചെറിയ പരിപാടിയും കൂടി കറക്റ്റ് ലെവൽ ചെയ്ത് ഒട്ടിക്കണം നമ്മൾ. അതിനായിട്ടുള്ള പരിശ്രമത്തിലാണ് നമ്മുടെ അരുൺ ബ്രോ. ഈ ഫോട്ടോ പ്രിന്റ് നമ്മൾ ചെയ്യണ കടയുടെ പേര് ഞാൻ ഇതുവരെ പറഞ്ഞില്ല. ഞാനത് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ, ക്യാപ്ഷൻ ഇട്ടേക്കാം. നമ്മുടെ അരയൻകാവിലുള്ള മൊബൈൽ പ്ലാസ എന്നാണ് കടയുടെ പേര്. സംഭവം നല്ല കിടിലോസ്കി ആയിട്ടുണ്ട് കേട്ടോ, അടിപൊളി. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അടിപൊളി സാധനമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഫൈനൽ സ്റ്റെപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ബബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പൊക്കോളും. നല്ല പക്ക ഫിനിഷായിട്ട് സംഭവം കിട്ടും. നമ്മുടെ പ്രവീൺ റൂം നല്ല പണിയിലാണ്. സംഭവം ഇപ്പോൾ തീരും. അടിപൊളി. യാ
ഓക്കേ, ഇനി നമുക്ക് ഇതൊന്ന് കാണാം. നേരെ പിടിച്ചേ മോനെ, അങ്ങനെ പിടി. ശരിക്കും റിയലിസ്റ്റിക് ആയിട്ട് തന്നെ തോന്നണുണ്ട് സംഭവം. ആ നമ്മുടെ ഫോണിൽ കണ്ട അതേപോലെ തന്നെ ഇരിക്കുവോ, ഒരു വ്യത്യാസമില്ല. ഇത് കണ്ടോ ഇപ്പൊ ഫോണിൽ ഫോട്ടോ പോലെ ജോബി എടുത്ത മാക്സിമം അടുപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിൽ ഇടുന്ന പോലെ തന്നെ. എന്നോട് ശരവണം പറഞ്ഞു എങ്ങനെ ഉണ്ടോ നല്ലതല്ലേ പറയാൻ പറഞ്ഞു. നല്ല കുഴപ്പമൊന്നുമില്ല, ഓക്കെ പ്രിന്റ് എടുത്തായിരുന്നു, ഓക്കെ അടിപൊളി. ഇതേപോലെയുള്ള വീഡിയോകൾ ഇനിയും നമ്മൾ ഇടും കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കണ്ടാൽ മാത്രം പറയാം, ലൈക്ക് ബട്ടണൊക്കെ അടിക്കണം, ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം വേണം. നിങ്ങളോടും കൂടി കൂട്ടിയാ പറഞ്ഞത്. അപ്പൊ ഇനി ഇത് വേണ്ടവർ നമ്മളെ സമീപിക്കാം. മൊബൈൽ പ്ലാസ് ആരെയും. അതെ അതെ. പിന്നെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ ക്യാപ്ഷനായിട്ട് ഇട്ടേക്കാം കേട്ടോ. ഓക്കെ, അതും കൂടി ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ഫോളോ ചെയ്യണം. ഓക്കെ, താങ്ക് യു.